അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1237. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ യഖൂൽ യൗമൽ ഖിയാമ, നിശ്ചയമായും അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ അല്ലാഹു പറയും, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, ഖിയാമത്ത് നാൾ അല്ലാഹു തആല അന്വേഷിക്കുകയാണ്, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ തൃപ്തി ആഗ്രഹിച്ച് പരസ്പരം സ്നേഹിച്ചവർ എവിടെ? അല്ലാഹു തആല അന്വേഷിക്കും. ഖിയാമത്ത് നാളിൽ ചോദിക്കും, എവിടെയാണ് പരസ്പരം സ്നേഹിച്ചവർ? എൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ തൃപ്തി ആഗ്രഹിച്ച്, പൊരുത്തം ആഗ്രഹിച്ച് പരസ്പരം സ്നേഹിച്ചവരെവിടെ? അൽ യൗമ, ഈ ദിവസം, ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, എൻ്റെ നിഴൽ, എൻ്റെ തണൽ മാത്രമുള്ള ഈ ദിവസം ഞാൻ അവന് തണൽ നൽകി സംരക്ഷിക്കും, അർശിൻ്റെ തണൽ നൽകും എന്ന് പ്രത്യേകം അല്ലാഹു തആല അന്വേഷിക്കും, അവർക്ക് ഓഫർ നൽകുമെന്നാണ്. അപ്പം നമ്മുടെ സ്നേഹബന്ധങ്ങൾ അത് ദീനിനു വേണ്ടിയുള്ള ബന്ധങ്ങളായിരിക്കണം, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം. ആ നിലക്ക് നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിൻ്റെ തണൽ ലഭിക്കാൻ അത് കാരണമാകും. നാം ഒരു മുഅ്മിനായ മനുഷ്യനെ സ്നേഹിക്കുന്നത് അല്ലാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. ആ നിലക്ക് സ്നേഹിക്കുമ്പോൾ അവൻ്റെ സന്തോഷത്തിൽ പങ്കുചേരും, ദുഃഖത്തിൽ പങ്കുചേരും, നന്മകൾ ഉപദേശിക്കും, തിന്മകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കും. ഈ നിലക്കുള്ള സ്നേഹബന്ധങ്ങളായിരിക്കണം നാം തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ. ആ നിലക്ക് ബന്ധമുള്ളവരാണോ, തീർച്ചയായും അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ അവരെ പ്രത്യേകം ചോദിച്ച് അന്വേഷിച്ച് അവർക്ക് അർശിൻ്റെ തണൽ നൽകുമെന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി സ്നേഹിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.